അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അങ്ങനെ റമദാനിലെ റഹ്മത്തിൻ്റെ 10 കഴിഞ്ഞ് മഗ്ഫിറത്തിൻ്റെ 10ഉം നമ്മോട് വിട പറയുകയാണ്. ഈ പരിശുദ്ധ മാസത്തിൻ്റെ മുഴുവൻ പുണ്യവും ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇനിയുള്ള രാവുകൾ ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവുകളാണ്. ലൈലത്തുൽ ഖദർ എന്ന് പറഞ്ഞാൽ 1000 മാസത്തേക്കാൾ പുണ്യം നിറഞ്ഞ രാവാണ്. ആ രാവുകളിൽ അമലുകൾ ചെയ്താൽ കോടാനുകോടി പ്രതിഫലം നമുക്ക് ലഭിക്കുന്നതാണ്. ഈ രാവുകളിൽ നാം ദിവസവും പതിവാക്കേണ്ട ചെറിയ അമലുകളെക്കുറിച്ചാണ് പറയുന്നത്. 1. സൂറത്തുൽ സിൽസാൽ ഓതുക. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ എന്ന ഈ ചെറിയ സൂറത്ത് ഓതുക. ഖുർആനിൻ്റെ പകുതിക്ക് സമമാണ് ഇത് ഒരു പ്രാവശ്യം ഓതിയാൽ തന്നെ. അതുകൊണ്ട് 2 പ്രാവശ്യം ഓതിയാൽ ഖുർആൻ ഓതിയ മുഴുവൻ ഫലവും നമുക്ക് കിട്ടും. 2ാമത്തെ സൂറത്ത് ഇഖ്ലാസ് ആണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖുർആനിൻ്റെ 1/3 ഒന്നാണ് സൂറത്തുൽ ഇഖ്ലാസ്. അതിനാൽ 3 പ്രാവശ്യം ഓതിയാൽ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതിയതിൻ്റെ സമമാണ്. 3ാമത്തേത് സൂറത്തുൽ കാഫിറൂൻ ആണ്. 4 പ്രാവശ്യം സൂറത്തുൽ കാഫിറൂൻ ഓതിയാൽ ഖുർആൻ മുഴുവൻ ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് ഹദീസിൽ കാണാം. 4ാമത്തേത് തകാസുർ എന്ന സൂറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തകാസുർ ഒരു തവണ ഓതിയാൽ 1000 ആയത്ത് ഓതിയ പ്രതിഫലം ലഭിക്കുന്നതാണ്. 5ാമത്തേത് സൂറത്തുൽ യാസീൻ ഓതുക. ഖുർആനിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന യാസീൻ തെറ്റുകൂടാതെ ഒരു തവണ ഓതിയാൽ ഖുർആൻ മുഴുവനായും 10 പ്രാവശ്യം ഓതിയ കൂലി ലഭിക്കുമെന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഈ സൂറത്തുകളൊക്കെ പതിവാക്കുക. റമദാനിൻ്റെ മുഴുവൻ പുണ്യവും നേടിയെടുക്കുക. അടുത്ത റമദാനിൽ നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ഇബാദത്തുകൾ നാളെ ചെയ്യാം എന്നാലോചിക്കാതെ കഴിയുന്നത്ര ദിവസവും ചെയ്യാൻ ശ്രമിക്കുക. കാരണം അള്ളാഹിൻ്റെ അടുക്കൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഇബാദത്തുകൾ കൂടിയേ തീരൂ. അതുകൊണ്ട് അശുദ്ധിയുള്ളവർ, സ്ത്രീകൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഖുർആൻ ഒഴികെ മറ്റു ദിക്റുകൾ, തസ്ബീഹുകൾ, സ്വലാത്തുകൾ എല്ലാം അധികരിപ്പിക്കുക. നാളെ സ്വർഗം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും ഉൾപ്പെടുത്തട്ടെ. ആമീൻ. ഇനി റമദാൻ 1 മുതൽ 30 വരെ ചെല്ലേണ്ട, ദിവസവും പതിവാക്കേണ്ട ദിക്ർ നമുക്ക് ചെല്ലാം. അഷ്ഹദല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അഷ്ഹദല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അതുപോലെ മഗ്ഫിറത്തിൻ്റെ 10ൽ ഇന്നത്തെ ലാസ്റ്റ് ദിവസം നമുക്ക് ചെല്ലാം. എന്ന് ചെല്ലേണ്ട ദിക്ർ اللهم اغفر لي ذنوبي يا رب العالمين. 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 اللهم اغفر لي ذنوبي يا رب العالمين.